ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ കാണുന്ന കോഴികളെല്ലാം ഞങ്ങൾക്ക് പഞ്ചായത്ത് വഴി ലഭിച്ചതാണ്. ലാഭകരമായതും നല്ല ഗുണമേന്മയുള്ള കോഴികളുമാണ്. ഈ കോഴികളെ കൊണ്ടുവരുന്ന സമയത്ത് ചെറുതായിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കൂ, പെട്ടെന്ന് തന്നെ ഇവയൊക്കെ നല്ല ആരോഗ്യത്തോടെ വലുതായി വരുന്നുണ്ട്. ഇവരുടെ കൂടിൻ്റെ കാര്യത്തിലാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. കൂട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ശുദ്ധമായ വെള്ളവും ആഹാരവും കൃത്യസമയത്ത് തന്നെ ഇവർക്ക് കൊടുക്കണം. കോഴിത്തീറ്റയ്ക്ക് പുറമെ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറും പച്ചക്കറി അവശിഷ്ടങ്ങളും ഇവയ്ക്ക് നൽകാറുണ്ട്. കോഴികൾക്ക് സാധാരണയായി വരാറുള്ള അസുഖങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കോഴികൾ തീറ്റ എടുക്കാതിരിക്കുകയോ തൂങ്ങി നിൽക്കുകയോ ചെയ്താൽ ഉടനെ തന്നെ ശ്രദ്ധിക്കണം. ചെറിയ അസ്വസ്ഥതകൾ കണ്ടാൽ തന്നെ വെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ചേർത്ത് നൽകുന്നത് നല്ലതാണ്. ഒരു കോഴിക്ക് അസുഖമുണ്ടെന്ന് കണ്ടാൽ അതിനെ ബാക്കിയുള്ളവയിൽ നിന്നും മാറ്റി പാർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ മറ്റുള്ളവയ്ക്കും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറഞ്ഞ സമയവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ ടെറസിലെ ഈ കോഴി വളർത്തൽ വളരെ ലാഭകരമായി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഞങ്ങൾ ഇവരുടെ കൂടെ തന്നെ കേട്ടോ പ്രാവിനെയും വളർത്തുന്നത്. നമ്മൾ വളർത്തുന്ന കോഴികൾ എപ്പോഴാണ് മുട്ടയിടുക എന്ന് അറിയാൻ എല്ലാവർക്കും വലിയ ആകാംക്ഷയായിരിക്കും. സാധാരണയായി 5-6 മാസം പ്രായമാകുമ്പോഴാണ് ഇവ മുട്ടയിട്ടു തുടങ്ങുന്നത്. എന്നാൽ അവയ്ക്ക് ശരിയായ രീതിയിലുള്ള ഭക്ഷണവും പരിചരണവും നൽകിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുട്ടകൾ ലഭിക്കുകയുള്ളൂ. മുട്ടയിടുന്ന കോഴികൾക്ക് ഏറ്റവും പ്രധാനം കാൽസ്യമാണ്. കാൽസ്യം കുറഞ്ഞാൽ മുട്ടയുടെ തോടിന് കട്ടി കുറയാൻ സാധ്യതയുണ്ട്. ഇതിനായി മുട്ടത്തോട് തന്നെ നന്നായി ഉണക്കിപ്പൊടിച്ച് തീറ്റയിൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ സാധാരണ കൊടുക്കുന്ന തീറ്റകൾക്ക് പുറമെ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ വളരുന്ന ചില ഇലവർഗ്ഗങ്ങൾ കോഴികൾക്ക് നൽകുന്നത് അവയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുരിങ്ങയില. ഇതിൽ ധാരാളം വിറ്റമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. മുരിങ്ങയില ദിവസവും നൽകുന്നത് കോഴികൾ പെട്ടെന്ന് മുട്ടയിടാൻ സഹായിക്കുന്നു. പിന്നെ ചീരയും കോഴികൾക്ക് വളരെ ഇഷ്ടമാണ്. ശരീരത്തിന് തണുപ്പ് നൽകാനും ദഹന പ്രക്രിയ എളുപ്പമാക്കാനും സഹായിക്കുന്നു. കുറച്ച് നാടൻ കോഴികളെ കൂടി വളർത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. നാടൻ കോഴികളാകുമ്പോൾ അവയ്ക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. നായകളുടെ ശല്യം കാരണമാണ് ഇവയൊക്കെ ടെറസിന് മുകളിൽ വളർത്തുന്നത്. കോഴികളുടെ പരിചരണത്തെക്കുറിച്ചും അവയെ വാങ്ങുന്നതിനെക്കുറിച്ചും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പരമാവധി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.